തീർച്ചയായിട്ടും ചിലപ്പോൾ ഞങ്ങളന്ന് കൂട്ടാത്മഹത്യ ചെയ്യില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ 1 കോടി രൂപ തരാം. ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചിന്തിക്കുക, അങ്ങ് ഈ കാലഘട്ടത്തിലെ ഒരു വലിയ നക്ഷത്രമാണ്. ഇവിടെ ആര് വന്നാലും റിജക്റ്റ് ചെയ്യപ്പെടുന്നില്ല. റിജക്ഷൻ അനുഭവിച്ച് വരുന്നവരെ അല്ല, അവരെ ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. അതെ. അപ്പോൾ അതങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നതാണ്, പ്രയാസപ്പെട്ട് വരുന്ന ഒരാളിനെ. അത് എൻ്റെ കൂടെ ഉള്ള എല്ലാവരും അങ്ങനെ. അവസാനം ഈ ആഹാരമൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ എങ്ങനെ ആഹാരം എങ്ങനെ മാറി? അങ്ങനെ ഞാൻ പിന്നെ സ്വസ്ഥമായി ഉറങ്ങുകയാണ് അന്നത്തെ രാത്രി. വെളുപ്പാങ്കാലത്ത് വന്നിട്ട് കതവിന് തട്ടുന്നു. ഇവിടെ ശാന്തകുമാരി എന്നുള്ള ഒരു പരിചാരകയുണ്ട്, ഇവിടെ താമസിക്കുന്ന. സാറേ, 2 കരി ഒരു ആട്ടോയിൽ വന്നിരിക്കുന്നു. ഞാൻ ചാടിപ്പരണ്ട് വരുമ്പം 2 കരിയുണ്ട്. അപ്പോൾ ഡ്രൈവറിനൊക്കെ ചോദിച്ച് ഇതെവിടുന്ന, അത് എവിടുന്നാന്ന് അറിയത്തില്ല. എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, അവിടെ മാത്യൂസിൻ്റെ കടയിൽ പോയി 2 കരി എടുക്കണം, എടുത്ത് ഗാന്ധിഭവന് കൊണ്ടു കൊടുത്തേക്കണം. എന്നാൽ രാത്രിയിലായത് എടുത്തത്. അപ്പോൾ രാത്രി ഇങ്ങോട്ട് വരാനുള്ള വൈഷമ്യം കൊണ്ട് ഞാൻ വെളുപ്പിനെ കൊണ്ട് തരാമെന്ന് കരുതി. അത് അന്ന് പോയി. അന്ന് ഈ അരി ലഭിച്ചതിന് ശേഷം കടമായാലും ഇവിടെ പിന്നെ അരിക്ക് മുടക്കം വന്നിട്ടില്ല. 2006 പിന്നെ ചരിത്രമായിരുന്നു. ഈ അരി തന്ന ആരാണെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിക്കും, ഒന്നും അറിയാൻ വയ്യ. ഒരു 7 മാസം കഴിഞ്ഞപ്പം ഫാദർ ചെറിയാനച്ഛൻ ഇവിടുത്തെ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഒരു ദിവസം യാദൃച്ഛയായിട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛൻ എന്തൊക്കെ പറഞ്ഞ്, പണ്ട് ഞാൻ 2 കരി കൊടുത്ത് അയച്ചിരുന്നു, അത് ഞാൻ കൊടുത്തയാണെന്ന് മനസ്സിലായോ? അപ്പോഴും ഞാൻ മറ്റേത് ഓർത്ത്. അപ്പം ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഈ 2 കരി വന്ന കഥ അറിയാം, അതിനുശേഷം ഇവിടെ പട്ടിണി വന്നിട്ടില്ല. അപ്പം ഇത് എങ്ങനെ വെച്ചാൽ അച്ഛൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ ഞാനായിട്ട് അടുപ്പമുണ്ട്. അച്ഛൻ പറഞ്ഞു, എൻ്റെ മോൻ UK പോയി, അവൻ ജോലി കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഗാന്ധി പോയി 2 കരി എടുത്ത് കൊടുത്തേക്കണം. അങ്ങനെ 7 വർഷം കഴിഞ്ഞാൽ അറിയുന്നത്. അത് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഞങ്ങളന്ന് കൂട്ടാത്മഹത്യ ചെയ്താണ്. അതിൽ നിന്ന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു. അതെ. അപ്പം ഒരു ചാരിറ്റിക്ക് വേണ്ടി, ഒരു സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ കുടുംബമായി ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു അനുഭവം സോമരാജൻ എന്ന് പറയുന്ന ഈ മനുഷ്യ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം പറയുക, നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾക്കൊക്കെ അർഹതയില്ലാത്ത നന്മകൾ നമുക്ക് തന്ന ദാതാവ് അർഹതയില്ലാത്ത നന്മകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വല്ലപ്പോഴും RCCയിലൊക്കെ ഒന്ന് പോയി കാണുക. എനിക്കൊരു വലിയൊരു അനുഭവം ഉള്ളത്, ഞാനൊരു പുസ്തകം എഴുതി, ജീവിത യാത്രയിൽ തളരുന്നു, 5ഓളം പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകം. ഞാനൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ, 2 ഡോക്ടേഴ്സാണ്, ഒരൊറ്റ മകളേ ഉള്ളൂ, അവളെ മണിപ്പാലിൽ പഠിക്കാൻ പോയി. അപ്പം ആ ഡോക്ടർ ടെസ്റ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഈ മനുഷ്യന് തൻ്റെ നെറ്റി കൊണ്ട് ഈ ഭിത്തിയിലിടിക്കുക, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് കുട്ടി. അപ്പോൾ ഇദ്ദേഹം പറയും, എന്തിനാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനേക്ക് തന്നത്? അപ്പം അന്ന് ഞാൻ ആ ഹോസ്പിറ്റൽ സ്റ്റെപ്പ് എഴുതിയ ബുക്കിൻ്റെ ആദ്യത്തെ ലൈനാണ്, ജീവിതയാത്രയിൽ തളർന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കുള്ളത് ഈശ്വരൻ നിങ്ങളറിയാത്ത, നിങ്ങൾ വിതയ്ക്കാത്ത വിത്തുകളും നന്മകളും തന്നിട്ടുണ്ടെങ്കിൽ, അത് നന്നായിട്ട് പൂത്തെറിയുന്നുണ്ടെങ്കിൽ, അതിലൊരു ഭാഗം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആകട്ടെ, എത്രയോ കല്യാണങ്ങളൊക്കെ എത്ര വിഭവസമൃദ്ധമായി എത്രയോ പണം നാം ചിലവാക്കുന്നു. അതിൽ ഒരു ദിവസത്തേക്ക് എന്തിനേറെ പറയുന്നു, ഒരു ആൽബത്തിന് 5 ലക്ഷം 10 ലക്ഷം രൂപ കൊടുത്ത് ആൽബം ചെയ്യുന്നവരുണ്ട്. ഒരു പ്രാവശ്യം മാത്രമേ അത് നോക്കൂ. ഒരു വിവാഹ ഡ്രസ്സ് അന്നത്തെ ദിവസം ലക്ഷങ്ങൾ മുടക്കി ചെയ്യാറുണ്ട്. ഇതെല്ലാം അല്ലേ വാനിഷായി പോകുന്നത്. ചിന്തിക്കുക, ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ എവിടെയായാലും ഇതുപോലുള്ള ഗാന്ധി ഭവനിലേക്ക് നിങ്ങളുടെ മനസ്സും തുറന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പുഷ്ടിയുള്ളവരായി ഈ ഭൂമിയിൽ വളരും. അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം ഒരു മാല എടുത്ത് തന്നെ കാണിച്ചു. ഈ തലമുറയിൽ പുള്ളിക്ക് അറിയില്ല ആ ഒരു മാല. ഞാൻ ഈ സങ്കടം വരുമ്പോഴേ ഇങ്ങനെ പിടിച്ച് മിണ്ടാതെ അനങ്ങാതെ കിടക്കും. അപ്പൊ ക്രിസ്തു ഉള്ളിൽ വരും.
അല്ല ഇത് അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സങ്ങ് വളരെ അപ്പോൾ ഇത് എന്നെ നമ്മളെ ചിന്തിപ്പിക്കുക. വാസ്തവത്തിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു സ്നേഹമുണ്ട് ഇപ്പോൾ ജാതി മതമൊന്നും പറയില്ല. ക്രൂശ് എന്ന് പറയുന്നത് ഏറ്റവും ത്യജിക്കപ്പെട്ട, ഏറ്റവും ക്രൂരന്മാർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയായിരുന്നു ക്രൂശ്. അത് ഏറ്റുവാങ്ങിയ ഒരാളാണ് യേശുക്രിസ്തു. നമ്മൾ പഠിക്കുന്നതൊക്കെ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തലോടൽ അനുഭവിച്ച ഒരു ടെസ്റ്റുമെൻ്റ് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതിനെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുകയാണ്. ഇന്ന് ഗാന്ധി ഭവൻ നല്ല അധികാരത്തോട് പ്രൗഡായിട്ടാണ് നിൽക്കുന്നത്. ഈ വാതിൽ ഒരിക്കലും അടയാറില്ല. സിനിമാ നടന്മാർ മുതൽ പ്രഗത്ഭരായ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പണമില്ലാഞ്ഞിട്ടല്ല, സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇന്ന് ഗാന്ധി ഭവൻ ഒരു കുടുംബമായി മാറി. തങ്ങളുടെ കുടുംബത്തെ ലഭിക്കുന്നതിനേക്കാൾ വലിയ അനുഭവം നിങ്ങളുടെ മാതാപിതാക്കളെ തള്ളിക്കളയുന്നത് ശ്രദ്ധിക്കുക. നാളെ ഒരു ദിവസം നിങ്ങൾക്കുമുണ്ട്. തുടങ്ങാൻ നമുക്ക് ഇവിടെ നിന്ന് ഗാന്ധി ഭവനിൽ നിന്ന് ചിലത് നമ്മുടെ കണ്ണൊന്ന് തുറന്നേ. ഈശ്വരൻ തന്നിട്ടുള്ള ഈ സമയവും സാവകാശവും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഇവിടെ ഒന്ന് താമസിക്കുക, ഇവിടുത്തെ ആഹാരം ഒന്ന് കഴിക്കുക, ഒരു ദിവസം നിങ്ങൾ അവരെ ഒന്ന് സെർവ് ചെയ്യുക. വിദേശ രാജ്യത്ത് വന്ന് നമ്മൾ പല കറങ്ങി നടക്കുന്ന ഏതെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഗാന്ധി ഭവൻ അതിൻ്റെ കവാടം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. ഇനി അങ്ങയുടെ സ്വപ്നം എന്താ? ഇതുപോലെ മറ്റൊരു സങ്കടാനുഭവം കൂടെ ഉണ്ട് എനിക്ക്. അതുകൊണ്ടൊന്ന് പറയാം. മറ്റല്ല, ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അത് ബലപ്പെടും. യൂസഫലി സാറ് ആദ്യം ഗാന്ധി ഭവനിൽ വന്നപ്പോൾ അദ്ദേഹം വേദിയിൽ സംസാരിക്കുക. അന്ന് മുഖ്യമന്ത്രിയുണ്ട്, വേറെ എല്ലാ പാർട്ടി നേതാക്കന്മാരും ഉള്ളൊരു ചടങ്ങാണ്. അദ്ദേഹം വരുന്ന അറിഞ്ഞുകൊണ്ട് നമ്മളിവിടെ സംഘടിപ്പിച്ച. അദ്ദേഹം എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ച്, നിങ്ങൾക്ക് ഞാൻ എന്ത് തരണം? ഞാൻ പറഞ്ഞ്, അങ്ങനൊന്നുമില്ല, അങ്ങക്ക് എന്തെങ്കിലും തരാൻ കഴിയുമെങ്കിൽ തരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 1 കോടി രൂപ തരാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാനങ്ങ് ഞെട്ടി. കാരണം 1 കോടി രൂപയൊന്നും ഒന്നിച്ച് കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് എന്തൊക്കെ ചോദിച്ച്, ഇത് മതിയോ? ഞാൻ പറഞ്ഞു, 1 കോടി തന്നെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം മക്കി കൂടെ സംസാരിക്കുമ്പോൾ എന്നെ അടുത്ത് വിളിച്ചാണ്. എന്നിട്ട് ഇത് ഞാനിത് ആരോടും പറയണ്ടല്ലോ. ഞാൻ പറയണം, ഇത് കേൾക്കുന്നവർ വീണ്ടും ഇങ്ങനെ സഹായ മനസ്സുണ്ടാവട്ടെ. അദ്ദേഹം പറഞ്ഞു 1 കോടി രൂപ തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ 1 കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം വയ്ക്കാം. അപ്പം നമുക്കപ്പുറത്ത് 1 ഏക്കർ സ്ഥലമുണ്ട്. അതുകൊണ്ട് ഒരു കോൺട്രാക്ടറെ കണ്ട് ഏൽപ്പിച്ചിട്ട് എഗ്രിമെൻ്റ് എല്ലാം എഴുതി മേടിച്ച് 1 കോടി രൂപയ്ക്ക് നിങ്ങളൊരു കെട്ടിടം ചേരണം. അദ്ദേഹം വന്ന് ഇവിടെ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങി. ഫയലിങ് നടത്തി കുറേ ഫയലൊക്കെ ചെയ്ത് പണി അങ്ങ് മുടങ്ങിയിട്ട് ഈ കോൺട്രാക്ടർ പിന്നെ ഇങ്ങോട്ട് വരാതിരുന്നു. അപ്പോൾ കണക്ക് എല്ലാം തരാൻ പറഞ്ഞപ്പോൾ 1,80,00,000 ബില്ല് കൊണ്ടുവരിക കോൺട്രാക്ടർ. അപ്പോൾ 1 കോടി നമ്മൾ കൊടുത്തിട്ട് കെട്ടിടം വെച്ച് തരണമെന്ന് പറഞ്ഞ്, അപ്പോഴേക്ക് ഫയലിങ് മാത്രമേ ഉള്ളൂ. ഒരു 60-70 ഫയൽ ചെയ്ത് ഈ ഭൂമിയുടെ ഷേപ്പെല്ലാം മാറി കുണ്ടും കുഴിയും കമ്പിയായിട്ട് നിൽക്കുക. അദ്ദേഹം പിന്നെ വരാതായി. അപ്പം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു മനുഷ്യൻ കൊണ്ട് 1 കോടി രൂപ തന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. രാത്രി ഇവിടെ എല്ലാവരും ഇറങ്ങി, എൻ്റെ ഭാര്യയൊക്കെ ഉറങ്ങുമ്പോൾ ഞാൻ പതുക്കെ ഒരു ടോർച്ച് എടുത്തുകൊണ്ട് ഇറങ്ങി നടന്ന് ആ സ്ഥലത്ത് ചെല്ലും. ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കുറേ പൊന്തക്കാട് പോലെ മനോഹരമായിരുന്ന സ്ഥലമാണ്. കിടക്കുന്നു, ഒന്നും നടക്കുന്ന കമ്പിയൊക്കെ തുരുമ്പിച്ച്. ഞാനങ്ങ് സങ്കടപ്പെട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് കരയും. ആരും കേൾക്കത്തില്ലല്ലോ. ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും സഹിക്കത്തില്ല. അങ്ങനെ ഞാൻ പല ദിവസങ്ങളിങ്ങനെ കരയും. ഒരു ദിവസം യൂസഫലി സാറിൻ്റെ സെക്രട്ടറി എന്നെ വിളിച്ചു. സോമരാജ് സാറാണോ? ആണ്. അങ്ങയുമായിട്ട് സാറിനൊന്ന് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഫോൺ കയ്യിൽ തന്നെ വെച്ചേക്കണം. 1 മണിക്കൂറിനകത്ത് എപ്പോഴെങ്കിലും സാറ് വിളിക്കും. അപ്പോൾ ഞാനങ്ങനെ സാധാരണ ഫോൺ കൈ കൊണ്ട് നടക്കത്തില്ല. പക്ഷെ അന്ന് ഞാൻ വെച്ചിരുന്നു. ഈ പറഞ്ഞ സമയമാകുമ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. എല്ലാം പോകുന്നു. എനിക്കിത് പറയാൻ ഭയങ്കര പേടിയും മടിയും. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഒരു ദിവസം വരാമോ? എവിടെ വരാമോ ചോദിച്ചു. ഞാൻ കൊച്ചിയിൽ വരാമോ? വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, തൊട്ടടുത്ത ദിവസം സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ദിവസം ഇത്ര മണിക്ക് ഹയാത്ത് ഹോട്ടലിലെത്തണം. അങ്ങനെ ഞാനും മകനും കൂടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച്
ചോദിച്ചിട്ട് നിങ്ങൾ ആ പൈസയൊക്കെ എന്ത് ചെയ്ത്? എനിക്കിത് പറയാനും ഒക്കുന്നില്ല. ഞങ്ങളൊരു കെട്ടിടം പണിയുടെയൊക്കെ തുടക്കം കുറിച്ച്. നിങ്ങൾക്കിപ്പം പ്രധാനപ്പെട്ട എന്താണ് അവിടെ ആവശ്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് താമസ സൗകര്യത്തിൻ്റെ പ്രയാസമുള്ളത്. എത്ര പേർക്ക് താമസിക്കണം? ഒരു 250 പേർക്ക് താമസിക്കാൻ എൻ്റെ അവസരം കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, എഞ്ചിനീയർ ബാബു വർഗീസ് സാറിനെ ഇങ്ങനെ വിളി. അവരെല്ലാം ഉണ്ടെന്നേരം അവിടെ ചീഫ് എഞ്ചിനീയർ വിളിച്ചു വന്ന് അദ്ദേഹം, ബാബു വർഗീസ് സാറേ 250 പേർക്ക് താമസിക്കാൻ നമുക്കൊരു കെട്ടിടം വയ്ക്കണം, എത്ര രൂപയാവും? അവിടെ എന്നെ പെട്ടെന്ന് കണക്ക് കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു 4-5 കോടിക്കകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പറഞ്ഞ്, ഞാൻ 5 കോടി രൂപ തരാം, നിങ്ങൾ നല്ലൊരു കെട്ടിടം പണി, എന്നിട്ട് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ തൊഴുതിട്ട് പറഞ്ഞ്, പൈസ എൻ്റെ തരരുത്, ഈ സംഭവം കിടക്കില്ലേ, ഈ 1 കോടി പോയി വെള്ളത്തിൽ കിടക്കുക. അപ്പോൾ എന്നെ സഹായിക്കണം, എനിക്ക് കെട്ടിടം പണി തന്നാൽ മതി. എടാ, നിങ്ങൾക്കൊരു കെട്ടിടം പണിയാൻ അറിയത്തില്ലേ? ഇത്രയും ആളുകളെ നോക്കുന്ന ഒരാൾ ഒരു കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഞാൻ പറയാം, അത് മാത്രമേ എന്നെ കൊണ്ടൊക്കത്തില്ല, ഇനി 1000 പേരെ വിട്ടാലും ഞാൻ നോക്കിക്കൊള്ളാം. അവസാനം അദ്ദേഹം, എന്നാൽ നിങ്ങൾക്ക് പണി കൊടുക്കാവോ? ഹാരിസെ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, ഹാരിസെ നീ ബാബു സാറും കൂടെ ഒക്കെ ചേർന്ന് പണി കൊടുക്കാവോ? അങ്ങനെ അവർ സമ്മതിച്ചു. അങ്ങനെയാണ് ഈ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങി. അറിയാമല്ലോ, ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ യൂസഫ് സാർ, എനിക്ക് ഇത് ഞാൻ പറയുകയാണ്, നമ്മൾ ചിന്തിക്കാത്തത് ചില ഹൃദയങ്ങളിൽ തോന്നിപ്പിക്കുന്നത് ഈശ്വരൻ്റെ ഒരു വലിയ സ്വാധീനമാണ്. നിങ്ങൾ ഞാൻ എപ്പോഴും ഒരു ബിഗ് സല്യൂട്ട് ടി കെ നായർ സാറിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോടും നമ്മുടെ പ്രിയപ്പെട്ട യൂസഫ് സാറിനോടും ഒരു വലിയ സല്യൂട്ട്. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചത് ഒരുപക്ഷെ നമ്മൾ വസിക്കുന്ന ഏതോ ഒരു മഹാസ്നേഹത്തിൻ്റെ കരുണയാണ്. അത് ഇങ്ങനെ വലിയ അഗ്നിയായിട്ട് പലരിലേക്ക് പോവുകയും പലരുടെ തേങ്ങലിന് അത് മറുപടിയായി മാറുകയും ചെയ്യുകയാണ്. കോഫി വിത്ത് ലൂക്കിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ, നിരവധി ആളുകൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ വലിയ മഹത്വം പറയുകയില്ല. 1 കോടി രൂപ തന്നിട്ട് അതിന് ഇവിടെ ചുറ്റുപാട് മുഴുവൻ ബഹളങ്ങളുണ്ടാക്കി ഇതിൽ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നപ്പോഴും ഈ മനുഷ്യന് പിന്നിൽ ധൈര്യമായി നിന്ന് തൻ്റെ വിശ്വാസവും തൻ്റെ അചഞ്ചലമായ ഈശ്വരനുള്ള ട്രസ്റ്റുമാണ്. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്തുവാലും നാം ഇങ്ങനെ ഉണ്ടായി വരുന്നതല്ല. ഒരു മനുഷ്യൻ്റെ സൃഷ്ടി വളരെ വിചിത്രവും അത്ഭുതവുമാണ്. അങ്ങനെ അതിൻ്റെ പിന്നിലൊരു കരമുണ്ട്. നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളോ ആയിക്കൊള്ളട്ടെ, ഒരിക്കലെങ്കിലും നെഞ്ചോട് ചേർത്ത് വെച്ച് കളങ്കമില്ലാത്തൊരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിഷ്കളങ്കമായൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുമ്പേ രാജാക്കന്മാർ വരും. നിങ്ങൾക്ക് മുമ്പേ കുതിരകൾ ഓടാൻ തുടങ്ങും. സാധാ കുതിരകളല്ല, പോർ കുതിരകൾ നിങ്ങൾക്ക് വേണ്ടി ഓടും. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ തോറ്റുപോയോ, ജീവിതം അവസാനിപ്പിക്കുന്ന മനോഹരമായൊരു ആയുസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനേയും പണിയുവാൻ അതിനെ സൃഷ്ടിച്ചവന് കഴിയുമെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പണിയുന്നതായി മാറട്ടെ. നിരാശപ്പെടുകയല്ല, സങ്കടപ്പെടുകയല്ല. ഒരുപക്ഷെ കോഫി വിത്ത് ലൂക്ക് എന്നൊരു ചരിത്രം എഴുതി ചേർക്കുകയാണ്. അതെ, നിങ്ങൾക്ക് വേണ്ടി എല്ലാമായി ഗാന്ധി ഭവനുണ്ട്. അതിന് മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളൊന്നും ചെയ്യണ്ട, അല്ലേ സാർ? ആരും ഒന്നും ചെയ്യണ്ട, സ്നേഹം മാത്രം തരിക. അതെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ. പിന്നെ ഈ സംഘടനകൾ ഇവിടെ നിന്ന് പരിപാടി നടത്തുമ്പോൾ അദ്ദേഹം ഒരു സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞത്, ഇവിടെ മൈക്കുണ്ട്, ഓഡിയൻസ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, ക്യാമറയുണ്ട്. പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരു നല്ല ഗിഫ്റ്റും തന്നാണ് വിടുന്നത്. ദയവായി നിങ്ങൾ പരിപാടി നടത്തുമ്പോൾ ഇത് ചൂഷണമായി മാറരുത്. എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അത് നിങ്ങൾക്ക് നന്മയായി മാറും. ചരിത്രപരമായ ഈ അനുഭവങ്ങളുടെ ഒരു പുതിയ കലവറ ഇവിടെ തുറന്നെങ്കിൽ ഈ കലവറ ആയിരങ്ങളെ, മില്യൻസിനെ ചലഞ്ച് ചെയ്ത് എനിക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു സോ മച്ച്, ഗാന്ധി ഭവൻ. നമസ്കാരം സാർ, വലിയ സന്തോഷം.